ഹായ് എവ്രിവൺ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ 20 ദിവസത്തെ സുഖവാസത്തിന് ശേഷം ഞാൻ നരകത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. നരകം മീൻസ് നിങ്ങൾക്കറിയാമല്ലോ, ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബാഗ് പാക്ക് ചെയ്യലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഇറങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂറോ 1.5 മണിക്കൂറോ മുന്നെങ്ങാനുമാണ്. ഇനി ബാഗ് പാക്ക് ചെയ്യാണ്ട് പോകാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കാണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം തിരിച്ചു പോകാൻ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അമ്മക്ക് തന്നെയാണ് കേട്ടോ പണി കിട്ടുക. കാരണം പോണ നേരത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് വെക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മിസ്സായി പോകും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ സമയത്തേ ചെയ്യുള്ളൂ. പോകുമ്പോൾ ഞാൻ ഈ സമയത്തേ ചെയ്യുള്ളൂ. വരുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ എത്ര ദിവസം മുന്നാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. 1 വീക്ക് മുന്നെങ്ങാനും എല്ലായിടത്തും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ഭാഗത്തേക്കേ വേണ്ടാക്കലില്ല. ഈ വീഡിയോ വലിയ പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഞാൻ പോണതിൻ്റെ കുറച്ച് മുന്നല്ല എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പിന്നെ കിട്ടുന്ന സാധനങ്ങൾ ഫുള്ള് എടുത്തിട്ട് മിഡിലിൽ കൊടുന്ന് വെക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ടേബിളിൽ കൊടുത്തിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെച്ച് എല്ലായിടത്തു നിന്നും എൻ്റെ സാധനങ്ങൾ കാണുന്ന ഒക്കെ എടുത്തിട്ട് അവിടെ വെച്ച്. ഇതിൽ കുറേ സാധനങ്ങൾ മിസ്സായി പോയിട്ടുണ്ടാവും. അതാണ് നമ്മൾ പോകാൻ നേരത്തെ നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചാലുള്ള കുഴപ്പം. കുറേ ദിവസം മുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് പോകുന്ന ആ ഒരു സമയത്താവുമ്പോൾ കുറേ സംഭവങ്ങൾ മിസ്സായി പോകും. ഞാൻ അവിടുന്ന് വരുമ്പോൾ എൻ്റെ ബ്ലാങ്കറ്റും കോസരിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ നാട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ അലക്കി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് സെറ്റാക്കി വെക്കാൻ നോക്കണം. മാക്സിമം അത് ചെറുതാക്കി മടക്കി വെക്കണം. ഇല്ലാണ്ടെങ്കിൽ ബാഗിൽ അത് രണ്ടും തന്നെ ഉണ്ടാവും ഫുള്ള്. പിന്നെ വേറെ ഒന്നും കൊണ്ടാവാനും പറ്റില്ല. നല്ല വെയിറ്റുമാണ്. അവിടെ ഒരു ബോക്സ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ, അതിങ്ങനെ അൺബോക്സ് ചെയ്യാൻ. പിന്നെ ഒരു 2-3 ദിവസം മുന്നേ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും. അപ്പോൾ കുറേ സ്ഥലത്ത് പോയിട്ട് എന്തെല്ലാം മേടിച്ചിട്ടുണ്ടായി. പിന്നെ എനിക്ക് സ്നാക്സൊന്നും കഴിക്കുന്നത് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ നട്ട്സും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മേടിച്ച്. നെസ്റ്റോറിൽ പോയിട്ട് നമ്മൾ കഴിക്കേണ്ട സാധനങ്ങളൊക്കെ അവിടുന്ന് ഷോപ്പ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് പിന്നെ കുറേ വൈപ്സും കാര്യങ്ങളൊക്കെ മേടിച്ച്, ഫേസ് മാസ്കും പിന്നെ അതുപോലെ തന്നെ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായി. പെരുന്നാളൊക്കെ വരെയല്ലേ. അപ്പോൾ പിന്നെ ഡ്രസ്സ് എടുക്കണം. എനിക്കിപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ അങ്ങനെ പുറത്ത് പോകലില്ല, ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യലാണ്. അപ്പോൾ പിന്നെ ഡ്രസ്സൊന്നും നമുക്ക് അങ്ങനെ നല്ല നമ്മളെ സൈസിനൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നല്ല ഡ്രസ്സെല്ലാം നോക്കിയിട്ട് അവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ മേടിച്ച്. തിരൂർ ഫാമിലി എന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അവിടുന്ന് മേടിച്ച ഡ്രസ്സ് അവിടുന്ന് 2 ഡ്രസ്സ് എങ്ങാനും എടുത്തിട്ടുണ്ടായി. 2 ഡ്രസ്സ് എടുത്ത് പിന്നെ ഒരു ഷാളും ഷർട്ടും പിന്നെ ഒരു ലോങ് ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സ്. ഞാൻ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. പിന്നെ അത് പോകുമ്പോൾ കൊണ്ടുപോകണോ എന്നിങ്ങനെ ഉമ്മാൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കുറേ ചോദിച്ച് അറ്റ് ലാസ്റ്റ് ഞാനത് കൊണ്ടുപോകണില്ല എന്ന് വെച്ച്. കാരണം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ഇടാനുള്ളൊരു ഇത് വരുന്നില്ല. കാരണം പെരുന്നാളിനാണെങ്കിലും നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവും, അന്ന് ഓഫൊന്നും തരൂല. അപ്പോൾ പിന്നെ എന്നുണ്ടെങ്കിൽ പുറത്ത് പോവലും കുറവാണ്. പിന്നെ ഉള്ള ഡ്രസ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇനി അവിടെ കുറേ കാലമൊന്നും ഇല്ല, കുറച്ച് മാസം കൂടെ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം കൂടെ വലിച്ചു വാരി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ എന്തായാലും പെരുന്നാൾ ഡ്രസ്സ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ വരുമ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എടുത്ത് വെച്ച് അവിടെ. കാരണം നമുക്കിനി ഇങ്ങോട്ട് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. പിന്നെ അവിടെ പോകുമ്പോൾ നല്ല ഡ്രസ്സൊന്നും കൊണ്ടുപോകാതിരിക്കുക നല്ലത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും കാണൂല. കാരണം നമ്മൾ അലക്കിയിടുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ നമ്മളത് ഇടാൻ നേരത്ത് വന്ന് നോക്കുമ്പോൾ സാധനം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ എൻ്റെ അങ്ങനെ കുറേ ഡ്രസ്സ് പോയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ അങ്ങനെ പെയറായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇടുക വീട്ടിൽ. അപ്പോൾ അതിൻ്റെ സംഭവം നല്ല ഭംഗിയുള്ള കുറേ ഡ്രസ്സുകൾ അങ്ങനെ കുറേ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് മാത്രമല്ല, നമ്മളെല്ലതും ആവശ്യമാണ്. ആരാ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. ടർക്കി പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇപ്പോൾ പുതിയ ടർക്കി കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഞാൻ പുറത്തിടുന്നില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. ഉള്ളിൽ എവിടെയാണോ സ്പേസ് ഉള്ളത് അവിടെ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോവാണ്. കാരണം പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടില്ല. നമ്മൾ ഈ പോകാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ പ്രശ്നം വരിക. കാരണം ഇപ്പോൾ ഞാൻ അവിടെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ അതിൻ്റെ പാൻറ്റോ ഷർട്ടോ അങ്ങനെ എന്തോ മിസ്സായി. പിന്നെ അത് തിരഞ്ഞെടുക്കാനുള്ള സമയമില്ല. അപ്പോൾ പിന്നെ കിട്ടിയെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ബാഗിൽ വെച്ചിട്ടാണ്.
ഓൾറെഡി 2 വലിയ ബാഗുണ്ട്. ആ ബാഗിൻ്റെ ഉള്ളിൽ വെക്കാൻ കുറേ പൗച്ച് ഉണ്ട്. കാരണം ഒന്നിൽ നമ്മൾ ഒരു പൗച്ചിൽ ഫുള്ള് ഫോൺ കേസും, പിന്നെ ഒന്നിൽ നമ്മൾ നോർമൽ നമ്മൾ സ്കിൻ കെയർ ഐറ്റംസും, പിന്നെ ഒന്നിൽ ഒരു പൗച്ചല്ല, അത് ഒരു ബാഗാണ്, സൈഡ് ബാഗില്ലേ, അത് നമുക്ക് പുറത്തിടാൻ വേണ്ടി സൈഡിൽ ഫോണും, പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് എടുക്കേണ്ട ലിക്വിഡ് കാശും, പിന്നെ അതുപോലെ അങ്ങനെ കുറച്ച് ഐറ്റം. ഫോണെല്ലാം ഞാൻ പോകുന്നതിൻ്റെ ഒരു 1 hour മുന്നേ തന്നെ ഫുള്ള് ചാർജാക്കി വെക്കും. പിന്നെ അത് ഇങ്ങോട്ട് എത്തുന്നവരെ ഉണ്ടാവും കേട്ടോ അതിൽ ചാർജ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്നൊന്നും ചാർജ് ചെയ്യലില്ല. കാരണം അവിടെ നിന്ന് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു, ഞാൻ ചെയ്യലില്ല. ഞാൻ കയറി കഴിഞ്ഞാൽ കിടന്ന് ഉറക്കമാണ്, പിന്നെ എനിക്ക് വേറെ ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെയ്യലില്ല. പിന്നെ ഫോൺ അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ, പിന്നെ ഫോൺ എടുക്കാനും പറ്റില്ല, കാരണം റേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയത് കാരണം ഫോണിൽ ചാർജ് അങ്ങനെ ഉണ്ടാവും ഇവിടെ എത്തുന്നവരെ. പിന്നെ 12 hours യാത്ര തന്നെ ഉണ്ട്. ഞാൻ സ്നാക്സായിട്ട് പ്രാവശ്യം പോകുമ്പോൾ ഒന്നും, പിന്നെ അച്ചാർ എടുത്തിട്ടുണ്ടായിട്ടോ, ചെള്ളിയും മാങ്ങിയ അച്ചാർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ സോപ്പ് പൊടിയും സോപ്പും തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സോപ്പ് ബേബി സോപ്പാണ് യൂസ് ചെയ്യൽ, കാരണം സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും നോർമൽ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ബേബി സോപ്പാണ് യൂസ് ആക്കൽ. പിന്നെ അത് തീർന്നുണ്ടാവും, ഞാൻ അപ്പോൾ അവിടെ പോകുമ്പോഴത്തിന് തീർന്നിക്കണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പിയേഴ്സിൻ്റെ സോപ്പും, പിന്നെ സോപ്പ് പൊടി വീട്ടിലുണ്ടായിരുന്നതിന് കുറച്ച് അങ്ങോട്ട് എടുത്ത്. ഇതാണ് എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്. ഒരു ഷർട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് ഇന്നർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഷോളും മേടിച്ച്. പിന്നെ അതുപോലെ തന്നെ ഒരു പിങ്ക് ഈ ഒരു മാക്സി ഡ്രസ്സില്ലേ, അത് വെറുതെ കണ്ടപ്പോൾ ഭയങ്കര തോന്നിയപ്പോൾ മേടിച്ചതാണ്. നല്ല ക്ലോത്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വെറുതെ എടുത്താണ്. ഞാൻ ഈ ഒരു കളർ എടുത്ത്, എൻ്റെ സിസ്റ്റർ റെഡ് കളർ എടുത്തിട്ടുണ്ടായി. നല്ല ഭംഗിയുണ്ട് രണ്ടും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തു അത്. പിന്നെ ഞാൻ അവിടെ പോകുമ്പോൾ ഉപ്പാക്ക് നിർബന്ധമാണ് അവൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഞാൻ അവർ കുറേ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഉണ്ടായിരുന്നു, ബാഗ് ഫുള്ള് പകുതി അതന്നെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ബാഗ് പാക്കിങ് ഏകദേശം കഴിഞ്ഞ്. ഞാൻ എൻ്റെ ആ ഡ്രസ്സ് കൊണ്ടുപോകണില്ല കേട്ടോ, പെരുന്നാൾക്ക് എടുത്ത്. കാരണം ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ അവസ്ഥ എന്തൊക്കെയാണെന്ന്, അത് കാരണം ഞാൻ കൊണ്ടുപോകണില്ല. ഡ്രസ്സ് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായി. അതിൽ ആ പിങ്ക് ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായി, വെറുതെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട്, ഇല്ലാണ്ടെങ്കിൽ റൂമിലോ അങ്ങനെ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായി. മറ്റേത് വീട്ടിൽ തന്നെ വെച്ച്. പിന്നെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഇടാനുള്ള സ്ലിപ്പേഴ്സും ഒക്കെ എൻ്റെ സിസ്റ്റർ എടുത്ത് വെക്കും. അതൊക്കെ കാണുമ്പോൾ ശരിക്ക് കരച്ചിൽ വരും. പക്ഷെ ഞാൻ ഓരോ മുന്നിൽ ഇങ്ങനെ കാണിക്കൂല കേട്ടോ, എനിക്ക് വിഷമമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓരോ മുന്നിൽ കാണിക്കൂല. ഇങ്ങനെ വിങ്ങുണ്ടാവും മനസ്സ് കിടന്നിട്ട്. പോവാൻ തീരെ ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ. പിന്നെ ഓളെന്നെ സ്ലിപ്പേഴ്സൊക്കെ വാഷ് ചെയ്ത് ഫ്രണ്ട് കൊണ്ട് വെച്ച്, അതൊക്കെ കാണുമ്പോൾ എന്തോ അവർക്കും ഒരിടങ്ങാറാണ് ഞാൻ പോവാന്ന് പറയുമ്പോൾ. എനിക്ക് അതിനെക്കാട്ടിൽ വലിയ ഇടങ്ങാറാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ബേബി ഉണ്ട്, സിസ്റ്ററിന് ബേബി ഉണ്ട്. അപ്പോൾ കുറേ ദിവസം ഓൾ ക്ലാസ്സിന് പോയപ്പോൾ ഞാനായിരുന്നു ബേബിനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി കുറച്ച് ദിവസമാണെങ്കിലും. അപ്പം അവർക്ക് ഇങ്ങനെ വിട്ടു പോരുമ്പോൾ, ഞാൻ പോകുമ്പം ഇത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാളും കൂടെ വീട്ടിൽ ആയി. അപ്പോൾ ഓർക്കാൻ ഇതൊക്കെ അടിപൊളി മെമ്മറീസാണ്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, പക്ഷേ എൻ്റെ അടുത്ത് അറിയുന്നവരും എന്നെ നേരിട്ട് കാണുന്നവരും അതുപോലെ തന്നെ എനിക്കറിയാത്തവരും കമൻ്റായിട്ടും, പിന്നെ അതുപോലെ തന്നെ എന്നെ നേരിട്ട് കാണുമ്പോൾ എൻ്റെ അടുത്ത് നേരിട്ട് പറയുന്ന ഒക്കെ ഉണ്ട്. വീഡിയോസ് അടിപൊളിയാണ്, നല്ലുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് വീഡിയോ എന്നാ ഇടുന്നത്, എന്താണ് കണ്ടൻറ് ഇടാൻ പോകുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ വീഡിയോസ് കാണാനും ആൾക്കാരുണ്ടല്ലോ, അത് കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സോ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളിടുന്ന ഓരോ കമൻസും എനിക്കത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. എനിക്കത് കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ, ഞാനിപ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്, പിന്നെ അവിടെ ഇങ്ങനെയൊക്കെ ഓരോ മെമ്മറീസ് ഉണ്ട് എന്നൊക്കെ അങ്ങനെ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു ചാനൽ തുടങ്ങിയത്.
സോ അത് നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് അത് കാണുന്നുണ്ട് എന്നറിയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം അത് വലിയതാണ്. പിന്നെ ഇതാ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നില്ല എനിക്കൊരു ബോക്സ് അൺബോക്സ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ അതിലുള്ളത് ഒരു ലിപ് ബാമും പിന്നെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്നും കൂടെ ഓർഡർ ചെയ്തതാണ്. ഞാൻ നോർമലി ഹോസ്റ്റലിലേക്കാണ് ഓർഡർ ചെയ്യൽ, പക്ഷേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് വീട്ടിലേക്ക് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച്. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടവർ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഒരു ഷുഗർ ലിപ് ബാമിനെ പറ്റിയിട്ട് ഞാൻ മെൻഷൻ ചെയ്യലുണ്ട് എല്ലാ വീഡിയോസിലും. സോ അത് അടിപൊളിയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം ലിപ്സ്റ്റിക്കേ യൂസ് ചെയ്യലില്ല, അതിൻ്റെ ആവശ്യം വരാറില്ല. കാരണം അത് സൂപ്പർ സാധനമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഇതോട് കൂടിയിട്ട് നമ്മളെ ബാക്ക് പാക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ചടപടെ റെഡി ആവണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു 12 മണി ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞാൻ, ഉമ്മ, അനിയന്, പിന്നെ എൻ്റെ സിസ്റ്റർ, ഇവരൊക്കെ ആയിരുന്നു എന്നെ കൊണ്ടാക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി. പിന്നെ എൻ്റെ ബർത്ത് മിഡിലായിരുന്നു. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്യണം, ബെഡ്ഷീറ്റ് എല്ലാം അവിടെ സെറ്റാക്കിയിട്ട് കയറി കിടന്നിട്ട് ഉറങ്ങണം. ട്രെയിനിൽ ഏകദേശം ഒരു 6 മണിക്കൂറും അവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ട് 6 മണിക്കൂർ ബസ്സിലും പോകണം, എന്നാലേ പട്ടിക്കാട്ടിലേക്ക് എത്തുള്ളൂ. സോ അത്രയും ട്രാവൽ ഹവർ ഉണ്ട്. അപ്പോൾ ഒരു വിധാകും അവിടെ എത്തുമ്പോഴത്തിന്. അങ്ങനെ ഞാൻ കയറി കിടന്ന് ഉറങ്ങിയിട്ട് അവിടെ മംഗലാപുരം എത്തുമ്പോഴാണ് എണീച്ച് പിന്നെ അവിടെ നിന്ന് പിന്നെയും ഉറക്കം. ഫുഡൊന്നും കഴിക്കലില്ല കയറി കഴിഞ്ഞാൽ. പിന്നെ ഞാൻ നോമ്പെടുത്തിട്ടുണ്ടായിരുന്നില്ല, അന്ന് ട്രാവലിംഗ് ആയ കാരണം നോമ്പെടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ പറ്റിയിട്ട് അറിയാനോ അല്ലാണെങ്കിൽ നെക്സ്റ്റ് എന്തെങ്കിലും വീഡിയോസ് കാണുന്ന ക്യൂരിയോസ് ഉണ്ടെങ്കിലോ നിങ്ങളത് കമൻറ്റ് ചെയ്യട്ടോ.